എല്ലാവരും പറയും ആത്മഹത്യ ചെയ്യുന്നതെല്ലാം ഭീരുക്കളാണ് കേട്ടോ. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ ധൈര്യമുള്ളവർ തന്നെ വേറെ എന്തിനും ധൈര്യം കിട്ടും കേട്ടോ. അവനെ ഉറക്കിയിട്ടാണ് ഞാൻ ഇത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കാശി ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ ദിവസമായില്ലേ നമ്മളൊരു വീഡിയോ എടുത്തിട്ട്. അന്ന് എൻ്റെ 2025 തുടങ്ങിയപ്പോൾ ഉള്ള ഒരു പ്രോമിസ് ആയിരുന്നു ദിവസം വീഡിയോ എടുക്കുന്നത്. പക്ഷെ അതെന്തായാലും നടന്നിട്ടില്ല കേട്ടോ. ഓരോരോ കാരണങ്ങൾ കൊണ്ട് നടക്കുന്നില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയെല്ലാം ഇല്ലല്ലോ. അപ്പം എന്തായാലും എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങ് അസ്തമിച്ചു എന്ന് പറയാം കേട്ടോ. കാരണം ഞാൻ പിന്നെ ഇത്രയും ദിവസത്തിന് ശേഷം ഇന്ന് എത്രാം തീയതി, ഇന്ന് 15-ാം തീയതിയാണേ. അപ്പോൾ 15-ാം തീയതി 1-ാം തീയതിക്ക് ശേഷം ഞാൻ 15-ാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ പക്ഷേ മനസ്സോടെ വിചാരിച്ചിരുന്നു കേട്ടോ എല്ലാ ദിവസവും എടുക്കണമെന്ന്. ഓരോരോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയെന്നേ ഉള്ളൂ. എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും വരുന്നില്ല, അത്രേ ഉള്ളൂ. 2025 തുടക്കത്തിൽ കുറച്ച് പോരായ്മകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ലാസ്റ്റ് ആകുമ്പോഴത്തേനും തീരുമായിരിക്കും. മറ്റേ എന്താ ദിലീപ് സിനിമയ്ക്കകത്ത് വെട്ടത്തിനകത്ത് പറഞ്ഞ ഡയലോഗ് പോലെ ഇതിപ്പം അങ്ങനെ തുടങ്ങി ഇത്ര വയസ്സാകുമ്പോൾ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കില്ലെങ്കിൽ അതങ്ങ് ശീലമായിക്കോളും. അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. അവിടെ ഞാനവിടെ എൻ്റെ കമ്മലിൻ്റെ പെട്ടി കൊടുത്ത് വിരിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. മോനാണെങ്കിൽ അവിടെ ഉറങ്ങുക. അപ്പം ആ സമയമാണ് ഞാൻ വീഡിയോ എടുത്ത് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് കേട്ടോ. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ജീവിതം പോകത്തില്ലല്ലോ അല്ലേ. നിങ്ങളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, മറ്റേ 19-കാരി മരിച്ചത്, ആത്മഹത്യ ചെയ്തത്. എന്താട്ടെ അത് ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ. 19 വയസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രായമാണല്ലോ, ജീവിതം തുടങ്ങുന്ന പ്രായമാണ്. 18 വയസ്സിൽ ആയപ്പോഴേ അതിന് കല്യാണം കഴിപ്പിച്ചു. ഒരു 6 മാസം ആയോ, 6 മാസം ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതിന് മുമ്പ് അത് ആത്മഹത്യ ചെയ്ത് കേട്ടോ. നിറത്തിൻ്റെ പേരിലും അതുപോലെ എന്താ അതിന് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ള പേരിലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ അറിയാതാണോ ഇയാൾ ആ കുട്ടിയെ കല്യാണം കഴിച്ചതെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം എന്തായാലും ഒരു 10 ദിവസമെങ്കിലും ഇവർക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടിക്കാണുമല്ലോ. അതിനിടയ്ക്ക് ഇതിന് ഈ നിറവുള്ളെന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇത്ര അറിയത്തുള്ളെന്നുള്ളത് എന്താ അറിയാതിരിക്കുമോ? അപ്പോഴേ ഉപേക്ഷിച്ച് പോകാനുള്ളതിന് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞ കൊച്ചിനെ കൊല്ലുന്നിടം വരെ എത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി നമുക്കറിയത്തില്ല. നമുക്ക് ന്യൂസ് വന്ന സംഭവം മാത്രമേ അറിയത്തുള്ളൂ. ന്യൂസ് കണ്ടിട്ടാണല്ലോ നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് പ്രതികരിക്കുക. 2024 ലാസ്റ്റിലാണ്ടായിരുന്നു കേട്ടോ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞത്. എന്തായാലും ഒരുപാട് നാളൊന്നും കഴിയാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരം അല്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും പറയും ആത്മഹത്യ ചെയ്യുന്നതെല്ലാം ഭീരുക്കളാണ് കേട്ടോ. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ ധൈര്യമുള്ളവർ തന്നെ വേറെ എന്തിനും ധൈര്യം കിട്ടും കേട്ടോ. അത്രയും ധൈര്യമുള്ളവരാണെങ്കിൽ അത്രയും അവർക്കൊന്ന് ജീവിച്ച് കാണിച്ചൂടെ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഈ 19 വയസ്സെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ആ കുട്ടിക്ക് ഡിഗ്രി കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേ അതിൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ അവന് ഇംഗ്ലീഷ് അറിയത്തില്ല, പിന്നെ നിറം കുറവ്, ഇതൊക്കെ ഇവർ അറിഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചതെന്ന് എനിക്ക് അറിയുന്നില്ല. അവർ തമ്മിൽ ഒരു കോണ്ടാക്ട് ചെയ്താൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ കല്യാണം കഴിച്ചൊന്നും ആയിരിക്കത്തില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. എന്തായാലും ഒരു മിനിമം ഒരു 10 ദിവസം എനിക്ക് കിട്ടി കാണത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് അറിഞ്ഞൂടെ ഇത് ഇംഗ്ലീഷ് അറിയാവുന്നോ അല്ലെങ്കിൽ അതിന് നിറം എത്രയേ ഉള്ളൂന്നോ. അതൊക്കെ അറിഞ്ഞിട്ട് വേണമെങ്കിൽ വെച്ചാൽ കല്യാണം കഴിച്ചാൽ പോരെയല്ലേ. എത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് പിന്നാണോ അയാൾ അറിയുന്നത് അവന് ആ കുഞ്ഞിന് കളറ് കുറവാണെന്നുള്ള കാര്യം. എന്തായാലും ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ എന്ത് ചെയ്യാനല്ലേ. പക്ഷേ മോളാണെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചെടുക്കാൻ നിൽക്കേണ്ടതായിരുന്നു. കാരണം അതിന് ജീവിച്ച് കാണിക്കേണ്ടതായിരുന്നു. അയാളൊന്ന് രക്ഷപ്പെട്ടിട്ട് എങ്ങനെയും പൊരുതി അതിൻ്റെ ജീവിച്ച് കാണിക്കേണ്ടതായിരുന്നു കേട്ടോ. ഇപ്പം അതിൻ്റെ അമ്മാവൻ പറയുന്നുണ്ടായിരുന്നു അതിന് കൗൺസിലിംഗ് ചെയ്തെന്നും കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് പിന്നെയും അതിങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അതുപോലെ അത് ഭർത്താവിൻ്റെ കാല് പിടിച്ച് കരഞ്ഞു, എന്നെ ഉപേക്ഷിക്കാതെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തിനാ അല്ലേ. പിന്നെ ഇപ്പോഴത്തെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനേക്കാളും വലുതായിട്ട് വേറൊന്നും വേണ്ട കേട്ടോ. കാരണം വിദ്യാഭ്യാസം വേണ്ടെങ്കിൽ കുട്ടി എന്തെങ്കിലും ജോലിക്ക് പോകട്ടെ. ജോലി ഇപ്പം എല്ലാ ഡിഗ്രിക്കാർക്ക് മാത്രമല്ലല്ലോ ഇവിടെ ജോലി ഉള്ളതല്ലേ. അപ്പം ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇഷ്ടമുള്ളവരെ പഠിക്കട്ടെ. പിന്നെ കല്യാണമൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമല്ലേ, അവർ താല്പര്യമുള്ള സമയത്ത് കല്യാണം കഴിക്കട്ടെ. അങ്ങനെ വെച്ച് നിൽക്കുവാണെങ്കിൽ ഇത്രയും ആത്മഹത്യകളൊക്കെ കുറയും തോന്നുന്നു കേട്ടോ. സ്ത്രീധനത്തിൻ്റെ പേരിലും സ്ത്രീധന പീഡനത്തിൻ്റെ പേരിലും അവർക്കൊന്നും എത്രയോ പണം മുടക്കി അല്ലെങ്കിൽ എത്രയോ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ച് വിട്ട മക്കളായിരിക്കുമല്ലേ ഈ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ അറിയിക്കാൻ അല്ലെങ്കിൽ വീട്ടിൽ തിരിച്ച് ഇത്രയും പൈസ മുടക്കി എന്നെ കെട്ടിച്ചു വിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു വരും എന്നുള്ള ചിന്തയിലായിരിക്കും ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ.
19 വയസ്സിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ഇനി അങ്ങനെ ഒരു ആത്മഹത്യ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. കേരളത്തിലല്ല, ഇവിടെ എവിടെയും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ. അതിനിടയിൽ ഇവിടെ രണ്ടെണ്ണം നല്ല പണി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ടാക്കിയിട്ട് പോകുന്നത്. ഇവിടെ ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇനി അവൾ രണ്ടുപേരോട് ഗുസ്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തലും പിച്ചലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ചെറുതാണെങ്കിലും അവനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവളെ മാന്തലും പിച്ചലും ഒക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന പോലെ എല്ലാവരും എന്താ ആത്മഹത്യയൊക്കെ ഒരു പരിഹാരമാണോ? എല്ലാവരും എല്ലാ മനുഷ്യരും ഒരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കാതിരുന്നിട്ടില്ലല്ലോ. പക്ഷെ അത് മറികടന്നിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും രക്ഷപ്പെടുക കേട്ടോ ജീവിതത്തിൽ. അപ്പം എല്ലാവരും അങ്ങനെയുള്ള ചിന്തയിലൊക്കെ മറികടന്നിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ കാണാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.